പഹൽഗാം ആക്രമണ സൂത്രധാരൻ സജ്ജാദ് ഗുലിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ച് കേരള പോലീസ്. കേരളത്തിൽ ഇവിടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചുവെന്ന കാര്യത്തിലായിരിക്കും വ്യക്തത തേടുക. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. 2002 മുൻപ് കേരളത്തിൽ പഠിച്ചുവെന്നാണ് വിവരം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുകയാണ്. ശാലിനി, മുഖ്യ സൂത്രധാരൻ കേരളത്തിൽ പഠിച്ചു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠിച്ചു എന്ന രീതിയിലടക്കം കൃത്യമായ രീതിയിലുള്ള അന്വേഷണം തന്നെയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? സുരേഷ്, അത് തന്നെയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയതിന്റെ മുഖ്യ സൂത്രധാരൻ ഷെയ്ഖ് സജ്ജാദ് ഗുൽ കേരളത്തിലും എത്തിയിരുന്നു എന്നുള്ള നിർണായക വിവരം ഇന്നലെയാണ് പുറത്തു വന്നത്. ദേശീയ ഏജൻസികൾ അടക്കമുള്ളവർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സജ്ജാദ് ഗുൽ എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 2002 മുൻപ് കേരളത്തിൽ സജ്ജാദ് ഗുൽ എത്തുകയും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തീകരിച്ച് മടങ്ങി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ, ഒപ്പം തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ച് ഇദ്ദേഹം അവിടെ പഠിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ പോലീസ് മേധാവിമാരുടെ നിർദ്ദേശം നൽകി അവരെ കൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന പോലീസ്. പ്രത്യേകിച്ച് 2002 ശേഷമാണ് ഒരു ഭീകരവാദ സംഘടനയുടെ ഭാഗമായി ലഷ്കറിന്റെ തണലിൽ രാജ്യത്ത് തന്നെ ഒരു ഭീകര സംഘടനയെ വളർത്തുകയും അതിന്റെ തലവനായി സജ്ജാദ് ഗുൽ മാറുകയും ചെയ്തത്. TRFന്റെ സംഘടനാ തലവനായി അയാൾ മാറിയതിനു ശേഷം ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് നിരന്തരം ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നു. പഹൽഗാമിന് മുൻപ് വലിയ രീതിയിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിന് ജമ്മു കാശ്മീരിലെ പല ആളുകളെ കൂട്ടുപിടിക്കാനൊക്കെ നേതൃത്വം നൽകിയത് സജ്ജാദ് ഗുൽ ആണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. NIA അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ വേരുകൾ അടക്കം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസ്. ഇവിടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത തേടുന്നത്. അത് ഇവിടെ പഠിച്ചു, എപ്പോൾ പഠിച്ചു എന്ന രീതിയിലുള്ള അന്വേഷണം ഓരോ ജില്ലകളും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ്. പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം NIA നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ കൃത്യമായ രീതിയിൽ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. സുരേഷ്, തീർച്ചയായും അത് തന്നെയാണ്. കൊച്ചിയിലേക്ക് ഇയാൾ വന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊച്ചിയിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിച്ചത്, സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണോ, സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. NIA നൽകുന്ന കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം 2002 ഇദ്ദേഹം ഇവിടെ വന്ന് പഠിച്ചതിന് ശേഷം തിരികെ ജമ്മു കാശ്മീരിലെത്തുകയും അവിടെ ശ്രീനഗറിൽ അടക്കമുള്ള മേഖലകളിൽ ലാബ് സെന്ററുകൾ തുടങ്ങുകയും ആ ലാബിന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണത്തിന് അദ്ദേഹം തണലൊരുക്കുകയും ചെയ്തിട്ടുള്ളത്. 2002 മുൻപ് അദ്ദേഹം ശ്രീനഗറിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ബംഗളൂരുവിൽ എത്തിയിരുന്നു. ബംഗളൂരുവിലാണ് അദ്ദേഹത്തിന്റെ MBA പഠനം അടക്കം പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2002 രാജ്യത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ചില ഭീകരാക്രമണ കേസുകളുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ RDX അടക്കം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. RPF അടക്കം അറസ്റ്റ് ചെയ്തതിനു ശേഷം 2017 കൂടിയാണ് ഇദ്ദേഹം പുറത്തേക്ക് വരുന്നത് ജയിലിൽ നിന്നും. ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം തുടർച്ചയായി രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ രാജ്യത്ത് വലിയ രീതിയിലുള്ള ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിന് സഹായം ലഷ്കർ-ഇ-തോയ്ബ നൽകുന്നു. ഒപ്പം തന്നെ ISIയുടെ സഹായം കൂടിയുണ്ട്. പ്രധാനമായും ഈ ISI പുറത്തു നിന്നുകൊണ്ട്, പാകിസ്ഥാനുള്ളിൽ നിന്നുകൊണ്ട് രാജ്യത്തെ ആക്രമിക്കുന്നു എന്നുള്ളൊരു പേർദോഷം മാറ്റാൻ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ, ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ ഒരാളെ കണ്ടെത്തി അവിടെ പരിശീലനം നൽകി അയാളിലൂടെ ഭീകരാക്രമണം നടത്തുക എന്നുള്ള ISIയുടെയും ലഷ്കറിന്റെയും ഒക്കെ ശ്രമങ്ങളാണ് സജ്ജാദ് ഗുലിലൂടെ നടന്നത്. ആ ശ്രമങ്ങളാണ് ഏറ്റവും ഒടുവിലായി പഹൽഗ്രാമിൽ അടക്കം നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും അതിന്റെ വേരറക്കാൻ, അതിന്റെ നടപടികൾ പൂർത്തിയാക്കാൻ, അദ്ദേഹത്തിന്റെ ഉറവിടങ്ങളടക്കം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും പരിശോധനകളുണ്ട്. ഓരോ ജില്ലാ പോലീസ് മേധാവിമാർക്ക് പ്രത്യേകമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NIAയുടെ നേരിട്ടുള്ള നിരീക്ഷണങ്ങളും അവരുടെ നേരിട്ടുള്ള നിർദ്ദേശങ്ങളും പോലീസ് കേൾക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തിന് സഹായം നൽകിയവരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടേക്ക് കൊണ്ടുവന്നതോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട ആളുകളെ ഒക്കെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. രാജ്യം ഒരു നിർണായകമായിട്ടുള്ള സൈനിക നടപടിയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് ഈ നിർണായകമായിട്ടുള്ള പരിശോധനയും ചോദ്യം ചെയ്യലുകളും ഒപ്പം തന്നെ ഈ നിരീക്ഷണവും ഒക്കെ തന്നെ കേരളത്തിൽ സജ്ജാദ് ഗുലിനെ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നത്. സുരേഷ്.